ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. പണ്ട് അതൊരു ഭൂമിയിലകത്ത് നശിച്ചുപോയപ്പോഴാണ് അതിന്റെ ബേസ്മെന്റിൽ ഒരു ലാബ് കണ്ടുപിടിച്ചത്. ആ ലാബ് ഉപയോഗിച്ചത് വിക്ടർ ഹെൻറി എന്ന ഫാക്ടറി ചീഫാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ആ ഭൂമിയിലകത്തിന് ശേഷം അങ്ങേരെ ആരും കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ടൗണിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വരുമായിരുന്നു, ഹോസ്റ്റലിലേക്ക്. അത് ശരിക്കും പറഞ്ഞ ഫാക്ടറി റോഡ് എന്നൊരു റോഡുണ്ട്. അതാണ് ശരിക്കും എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി. അപ്പോൾ ഞാൻ അതിലെപ്പോഴും പോവാം. അപ്പോൾ അതിലെ പോണ വഴിക്ക് പെട്ടെന്ന് വണ്ടി ഓഫായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഹോസ്റ്റലുള്ളത്. അവനെ ഞാൻ വിളിച്ചു. അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, വണ്ടി ഓഫ് ചെയ്യുന്നതുകൊണ്ട്. അവൻ വരാമെന്നുണ്ട്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു. അവനെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഫോൺ നോക്കി നിൽക്കണ ടൈമിൽ ഒരു പയ്യൻ വന്നു പെട്ടെന്ന്. പെട്ടെന്ന് എനിക്കറിയില്ല, ഇവൻ വന്നിട്ട് ജസ്റ്റ് എന്നെ വിളിച്ചിട്ട് സമയം എന്തായെന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോ ഇങ്ങനെ അവനോട് പറഞ്ഞിങ്ങനെ നിൽക്കണു. കുറച്ച് കഴിയുമ്പോൾ ഇവൻ എന്തൊക്കെയോ ഒരു പിച്ചുമ്പയൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല, ഒരു എന്തൊക്കെയോ ഇവിടെ അധികം നേരം നിൽക്കരുത്, എനിക്ക് എന്തോ പാരാലിസിസ് വരുന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ എന്തോ കേട്ടപ്പോൾ ഒരു മാതിരി. കുറച്ച് കഴിഞ്ഞ് ഇത് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഈ ചെക്കനെ കാണില്ല. ഈ ചെക്കനെ എങ്ങനെ പോയി മനസ്സിലായില്ല. ആകെ പേടി എനിക്ക്. ഞാനപ്പോൾ പെട്ടെന്ന് ആ വണ്ടി ഓഫായി എടുക്കുക. എന്താ അറിയില്ല, ആ ടൈമിൽ വണ്ടി പോണേ. അത് ഞാനവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ ആ പയ്യൻ, ഞാൻ വിളിച്ച പയ്യൻ എന്നെ നോക്കി അവിടെ വന്നിരുന്നു. അപ്പം എന്നെ കാണാത്തോണ്ട് ഇവൻ എന്നെ കോൾ ചെയ്തപ്പോൾ എന്നെ കിട്ടിയില്ല. Your call has been forwarded to an automatic voice message system. 0 1 2 3 4 5 6 7 8 9 is not available. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ അവിടെ വെച്ചിട്ട് ആക്സിഡന്റ് ആയി, എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാന്ന്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. അന്ന് ഞാൻ സാധാരണ എല്ലായ്പ്പോഴും പുറത്ത് പോകുമ്പോഴേക്കും അവൻ്റെ അടുത്ത് വണ്ടി വാങ്ങിയിട്ടാണ് പോകല്. അന്ന് ഇതേപോലെ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി അവൻ്റെ വണ്ടിയും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ട് പോയത്. വണ്ടി നിൽക്കുന്നവരോടെ കടവരുടെ പോരാ. ഓക്കെ, കടയിലോട്ടല്ലേ പോണത്? അതേടാ. അവിടെ എന്താ ഉണ്ടായത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി ഒരു ക്ലിയർ ഇല്ല. പക്ഷെ അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു പേടിയാണ് എനിക്ക്. അങ്ങോട്ട് പോയത് ഞാൻ പലപ്പോഴായിട്ട് അവിടെ പോകലുണ്ട്. കാരണം അവിടെ അടുത്തുള്ള ഹോസ്റ്റലിലുള്ള പിള്ളേരുടെ അടുത്ത് നിന്ന് ഞാൻ ണ്ട്. അപ്പോൾ അന്ന് ഇതേപോലെ ഞാൻ അങ്ങോട്ട് പോയത്. പേടി ഇപ്പം അതിനെ പറ്റി പേടിയൊന്നുമില്ല. കാരണം ഇതിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ഈ കേസിൽ തന്നെ പോലീസ് പിടിക്കണ്ടായി. പിന്നെ വീട്ടിലൊക്കെ ആകെ പ്രശ്നമായി. ഞാൻ പിന്നെ അതൊക്കെ നിർത്തി ഒരു പരിപാടിയും ഇപ്പം അതിൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെ പറ്റി ഇപ്പോൾ പറയുന്നതിന് പേടിയില്ല. അന്ന് രാത്രി ഇതേപോലെ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവർ വന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഏതോ ഒരു ഗിരിയും അങ്ങനെ എന്തൊരു പേര് പറഞ്ഞിട്ട് ഒരാൾ വന്നു. അയാൾ വന്നപ്പോൾ തന്നെ പരിചയമുള്ള പോലെ കാണിച്ചു. പക്ഷെ ഞാൻ അയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് ഇരുന്ന് എന്തൊക്കെയോ കുറെ പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു പ്രാരാബ്ദമുള്ള ഒരാളുടെ കഥയൊക്കെ പറയുന്ന പോലെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇതൊക്കെ എന്നോട് പറയണത്, ഇതൊക്കെ എന്താ എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ശരിക്കും അയാൾ അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മൈൻഡ് ആയിരുന്നു എനിക്കന്ന്. പക്ഷെ അയാൾ ഒന്നും നോക്കാതെ
പിന്നെയും എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്ന് അയാൾ എന്നോട് അവിടുന്ന് എൻ്റെ കൈയൊക്കെ പിടിച്ച് അവിടുന്ന് മാറടാ, അവിടുന്ന് മാറ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ പിടിച്ചു വലിച്ചപ്പോൾ എനിക്ക് ആ ദേഷ്യത്തിൽ ഞാൻ പിടിച്ച് തല്ലി. നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് പോടാ. അവിടെ എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാവാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായി. അയാളെ കഴുത്തിന്റെ ഇവിടുന്ന് ഒരു ചുവപ്പ് ലൈറ്റ്, പിന്നെ പെട്ടെന്നൊരു നീലം വിളിച്ച് അവിടെ നിന്നൊക്കെ അടിച്ച് ഒറ്റ നിമിഷം കൂടെ എന്റെ മുമ്പിൽ നിന്ന ഒരാൾ അവിടെ കാണാനില്ല.